നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം വല്ലാത്തൊരു നാടായിരിക്കുന്നു. പണത്തിനു വേണ്ടി എന്തും ചെയ്യും. പണ്ടൊക്കെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന സഹപാഠികളെ നമുക്ക് വലിയ വിശ്വാസമാണ്. സ്കൂൾ പഠനകാലത്തെ ഒട്ടനവധി സഹപാഠികൾ എനിക്കുമുണ്ട്. ഏത് രാജ്യങ്ങളിൽ ചെന്നാലും അവരുടെയൊക്കെ സ്നേഹം അടുത്തറിയാൻ കഴിയും. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ കുറേ അധികം ദിവസം ഞാൻ ചെലവഴിച്ചു. എനിക്കൊപ്പം സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു സഹപാഠി ഒട്ടനവധി സഹായങ്ങളാണ് ചെയ്തു തന്നത്. സ്കൂൾ പഠനകാലത്തെ അതേ സൗഹൃദം, ഊഷ്മളത അമേരിക്കയിൽ മാത്രമല്ല കാനഡയിലും ദുബായിലുമൊക്കെ ചെല്ലുമ്പോൾ പഴയ സ്കൂൾ സഹപാഠികളെ കാണാം. അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അവരെ ഒന്ന് വിളിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടമാകും. ഇപ്പോഴിതാ മലപ്പുറം എടക്കര പള്ളിക്കുത്ത് നിന്ന് ഒരു വാർത്ത. ഒരു യുവാവിൻ്റെ ആത്മഹത്യ, പിന്നീട് യുവാവിൻ്റെ വീട്ടുകാർക്ക് തോന്നിയ ചില സംശയങ്ങൾ, ഒടുവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിഭീകരമായ ഒരു ഹണി ട്രാപ്പിൻ്റെ കഥ. ഈ കേസിലിപ്പോൾ ഈ യുവാവിൻ്റെ അയൽവാസിയായ ഒരു യുവതിയും ഭർത്താവും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായിരിക്കുന്നു. പള്ളിക്കുത്ത് സ്വദേശി രതീഷ് ജീവനൊടുക്കിയ കേസിലാണ് സിന്ധു, ഭർത്താവ് ശ്രീരാജ്, ബന്ധുക്കളായ പ്രവീൺ, മഹേഷ് എന്നിവർ അറസ്റ്റിലായത്. സംഭവത്തിന് പിന്നിൽ അയൽവാസിയായ സിന്ധു ഉൾപ്പെടെയുള്ള 4 സംഘം. ഹണി ട്രാപ്പിലൂടെ ഇവർ യുവാവിനെ കുരുക്കി. മകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽപ്പെടുത്തിയെന്നും ആ മനോവിഷമത്തിൽ രതീഷ് ജീവനൊടുക്കി എന്നും രതീഷിന്റെ അമ്മ തങ്കമണിയും സഹോദരൻ രാജേഷും നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. ജൂൺ 11 വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ രതീഷിനെ കണ്ടെത്തുന്നു. ഡൽഹിയിലൊരു വ്യവസായിയാണ് രതീഷ്. സ്കൂളിൽ രതീഷിന്റെ സഹപാഠിയായിരുന്നു സിന്ധുവെന്ന 41 വയസ്സുകാരി. രതീഷ് ഡൽഹിയിൽ പോയി അത്യാവശ്യം ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല നിലയിൽ ജീവിക്കുന്നു. സിന്ധുവിന്റെ ഭർത്താവ് ശ്രീരാജ് പണത്തോട് ആർത്തിയുള്ള കഥാപാത്രം. ശ്രീരാജും സിന്ധുവും ചേർന്ന് സിന്ധുവിനെ കൊണ്ട് പലപ്പോഴായി രതീഷിന്റെ കയ്യിൽ നിന്ന് കുറേയേറെ പണം കടം വാങ്ങി. ഈ പണം തിരികെ ചോദിക്കുന്നതിനിടയിൽ 2024 നവംബറിൽ ഇവർ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞ് രതീഷിനെ സിന്ധുവിന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തുന്നു. സഹപാഠിയായ സിന്ധു വീട്ടിലേക്ക് വിളിപ്പിച്ചപ്പോൾ പണം തിരികെ തരാനായിരിക്കും എന്ന് രതീഷ് കരുതി. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ സിന്ധുവിന്റെ ഭർത്താവ് ചാടി വീണു. ഒപ്പം മറ്റ് 2 പേരും. അവർ ബലം പ്രയോഗിച്ച് രതീഷിനെ വിവസ്ത്രനാക്കി. പിന്നീട് യുവതിയെ ഒപ്പം നിർത്തി കുറേ ഫോട്ടോകൾ എടുത്തു. ഈ ഫോട്ടോ പുറത്തുവിടാതിരിക്കണമെങ്കിൽ കുറേയേറെ പണം നൽകണമെന്ന് ഈ സംഘം ആവശ്യപ്പെട്ടു. അത്യാവശ്യമായി 2 ലക്ഷം രൂപ കൂടി നൽകണമെന്നാണ് ഈ ഹണി ട്രാപ്പ് സംഘം രതീഷിനോട് ആവശ്യപ്പെട്ടത്. പഴയ പണം മറക്കാനും യുവാവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം തിരികെ തരാതിരിക്കാനുള്ള നാടകമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കിയ രതീഷ് ആകെ തകർന്നുപോയി. പണം തരില്ല എന്ന് വാശി പിടിച്ചു. പണം കിട്ടില്ല എന്ന് സംഘത്തിന് ബോധ്യമായതോടെ ഇവർ രതീഷിൻ്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും ഭാര്യയ്ക്കും കൂട്ടുകാർക്കുമൊക്കെ രതീഷും യുവതിയും നിൽക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്തു. രതീഷിനെ പൂർണ്ണ നഗ്നനാക്കി നിർത്തിയുള്ള ഫോട്ടോകൾ. ഇതോടെ യുവാവ് ആകെ തകർന്നു. പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്ന് രതീഷിൻ്റെ അമ്മയും ഭാര്യയും ചേർന്ന് പോലീസിനെ സമീപിക്കുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിൽ നിന്ന് കണ്ടതൊരു നിസ്സംഗത. എന്നാൽ പിന്നീട് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ പോലീസിനും ചില സംശയങ്ങൾ. കടം വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് പോലീസ് മനസ്സിലാക്കി. പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്ന് കൂടുതൽ പണം പിടുങ്ങാനുമാണ് ഇവർ ഹണി ട്രാപ്പ് പദ്ധതി വിഭാവനം ചെയ്തത്. രതീഷിനെ സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് ഹണി ട്രാപ്പിൽ കുടുക്കിയതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. സഹായത്തിനായി അവർ മഹേഷിനെയും പ്രവീണിനെയും കൂടെ കൂട്ടി. ഫോട്ടോ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തി. സിന്ധുവിന് രതീഷ് പണം കടം കൊടുത്തിരുന്നു എന്ന് സുഹൃത്തുക്കൾക്കൊക്കെ വ്യക്തമായി അറിയാം. രതീഷിനെ വിവസ്ത്രനാക്കി യുവതിക്കൊപ്പം നിർത്തി ഫോട്ടോകൾ എടുത്ത് അപ്പോൾ തന്നെ രതീഷിനെ വല്ലാതെ അവർ ഭയപ്പെടുത്തിയിരുന്നു, മർദ്ദിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ശ്രീരാജും സിന്ധുവുമാണ് രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ അവർ പകർത്തിയിരിക്കുന്ന വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ രതീഷ് ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം ഹണി ട്രാപ്പ് വാർത്തകൾ നമ്മൾ ദിനം പ്രതി എന്നോണം കേൾക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെ ഇത്തരം സാമൂഹിക മാധ്യമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തുകയും ഹണി ട്രാപ്പിൽ കുരുക്കുകയുമാണ് പലരുടെയും ലക്ഷ്യം. സിന്ധുവിന്റെ പ്രായം വെറും 41 വയസ്സ്, ഭർത്താവ് ശ്രീരാജിൻ്റേത് 44. സിന്ധുവിന്റെ ബന്ധുവാണ് പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ. ഇവന്റെ പ്രായം 38.
ശ്രീരാജിന്റെ സുഹൃത്താണ് കാക്കനാട്ടുപറമ്പിൽ മഹേഷ്, 25 വയസ്സ് പ്രായം. ഈ ക്രൂരതയിൽ പൊലിഞ്ഞത് 42 വയസ്സ് മാത്രം പ്രായമുള്ള രതീഷ് എന്ന ചെറുപ്പക്കാരൻ. സംഭവത്തിൽ ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സ്വദേശി സാബു ഒളിവിലാണ്. സിന്ധുവും ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ടാണ് കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അടക്കം ഊരിയെടുത്തത്. എന്നിട്ടും അവരുടെ ആർത്തി തീരാതെ 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെടുന്നു. സഹോദരന്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാൻ 2025 മെയ്യിൽ നാട്ടിലെത്തി. വീഡിയോ നാട്ടിൽ പ്രചരിച്ചതിലുള്ള മനോവിഷമത്തിലാണ് ചുങ്കത്തറ കാവലംകൂടുള്ള തറവാട്ട് വീട്ടിൽ രതീഷ് തൂങ്ങി മരിച്ചത്. സ്വാഭാവിക മരണമായി ആദ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ രതീഷിന്റെ അമ്മയ്ക്ക് കൃത്യമായി അറിയാം മകൻ അങ്ങനെ വെറുതെ ആത്മഹത്യ ചെയ്യില്ല എന്ന്. മരിച്ച രതീഷും സിന്ധുവും സഹപാഠികൾ മാത്രമല്ല, ബന്ധുക്കൾ കൂടിയാണ്. ഇവർ ചിത്രീകരിച്ച വീഡിയോ പോലീസ് കണ്ടെടുത്തു. ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണത്തിൽ ഇൻസ്പെക്ടർ CV ധനഞ്ജയദാസ്, SI S സതീഷ് കുമാർ, ASI P ഷീജ, പോലീസുകാരായ V അനൂപ്, S സുദേവ്, രേഖ, നജുമുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. എത്ര വലിയ ക്രൂരതയാണ് ഈ സംഘം ചെയ്തത്! 42 വയസ്സുള്ള ഒരു യുവാവ്, അയാൾ ഡൽഹിയിലൊക്കെ പോയി നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് ഭംഗിയായി ജീവിച്ചു വരുന്നു. അതിനിടയിൽ പഴയ സഹപാഠിയുടെ മനസ്സിൽ ഇത്തരം ക്രൂരതകളുണ്ട് എന്ന് ഒരുപക്ഷെ ആ പാപം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്തരം കഥാപാത്രങ്ങൾ, അതും ദുഷ്ട കഥാപാത്രങ്ങൾ, കേരളത്തിൽ ഏറി വരുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. പണം കടം കൊടുത്താൽ അതൊന്നും തിരികെ വാങ്ങാൻ പോലും പലർക്കും കഴിയാറില്ല. ഒടുവിൽ വേദനിപ്പിക്കുന്ന ഒട്ടനവധി ദുരന്തങ്ങളിൽ ചെന്ന് ഇത്തരം പല ബന്ധങ്ങളും കലാശിക്കും. ഇവിടെ രതീഷിന് നഷ്ടപ്പെട്ടത് അയാളുടെ ജീവനാണ്. എന്തായാലും ഈ സംഘത്തെ പോലീസ് കുടുക്കി. പക്ഷേ നിയമത്തിൽ അവരെ ജയിലിൽ അടയ്ക്കണം എന്ന് മാത്രം. ഇത്തരം സംഭവങ്ങൾ ഇനി സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകളും എടുക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.